അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം, അവിടുത്തെ ഭാര്യമാരോടുള്ള സ്നേഹം, അവിടുത്തെ സഹാബത്തിനോടുള്ള സ്നേഹം എല്ലാം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, അവരൊക്കെ പഠിപ്പിച്ചതാണ് ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ഇസ്ലാം. ആ റസൂലിൽ നിന്ന് സഹാബിമാര് അവിടുത്തെ ഭാര്യമാരൊക്കെ മനസ്സിലാക്കിയതാണ് ഇസ്ലാം. അതിലില്ലാത്ത ഒന്ന് കടത്തിക്കൊണ്ടുവരാൻ ഒരാൾക്കും അധികാരമില്ല, നമുക്കൊരാൾക്കും അതിന് അർഹതയില്ല. അവരാരും പുണ്യമെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒന്ന് പുണ്യകർമ്മം എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനും നിവൃത്തിയില്ല. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, ശഅബാൻ മാസമാണിത്. ആ ശഅബാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്. കൂടുതൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ അതിനോട് ആദരവ് കാണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരായ നമ്മുടെ ഉമ്മമാർക്കോ പരിചയമില്ലാത്ത ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളുമൊക്കെ ശഅബാൻ 15 രാത്രിയിൽ, ബറാത്ത് രാവെന്ന പേരിലുള്ള ചില രാത്രിയിൽ ചില ആളുകൾ ചെയ്തു വരുന്നുണ്ട്. അന്നത്തെ ദിവസം ഇശാ മഗ്രിബിന്റെ ഇടയിൽ 3 യാസീൻ ഓതണം, അത് സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു യാസീൻ, ഒന്ന് മനുഷ്യന് ആയുസ് വർദ്ധിച്ചു കിട്ടാൻ, രണ്ടാമത്തത് അവന്റെ റിസ്ഖ് ഭക്ഷണം വിശാലമാകാൻ, മൂന്നാമത്തത് ആഖിബത്ത് നന്നായി നല്ല നിലക്ക് മരിക്കാൻ. ഈ ഉദ്ദേശാർത്ഥം 3 യാസീൻ ഓതണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ദുഖാൻ ഒരു തവണ ഓതണം എന്ന് പറയുന്നവരുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം റഹ്മതിക അസ്തഗീസ് എന്ന് 100 തവണ പറയണം എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറെ പ്രാർത്ഥനകൾ പ്രത്യേകമായി ഒക്കെ ഇപ്പൊ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സാപ്പുകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെയൊക്കെ മെസ്സേജുകളിൽ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട്. ശഅബാൻ 15 രാത്രിയിൽ ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു 3 യാസീനോത്തോ, അല്ലെങ്കിൽ ഒരു സൂറത്തുൽ ദുഖാൻ പാരായണമോ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ദുആകളോ, അതല്ലെങ്കിൽ പ്രത്യേകമായി ആ രാത്രിയിൽ ഒരു 100 റക്അത്ത് നിസ്കാരമോ, അതല്ലെങ്കിൽ ശഅബാൻ 15 മാത്രമായി കൊണ്ട് പിറ്റേന്ന് ഒരു നോമ്പോ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല. എല്ലാ മാസവും 13-നും 14-നും 15-നും നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ഈ മാസവും 13-നും 14-നും 15-ഉം എന്ന നിലക്ക് 15-ന് നോമ്പനുഷ്ഠിക്കാമെന്നതല്ലാതെ അതൊന്നുമില്ലാതെ 15-ന് മാത്രം ഒരു നോമ്പ് സുന്നത്തെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാക്കിയതാണ് ദീൻ. അവിടുത്തേക്കാണ് അല്ലാഹുവിന്റെ വഹി ലഭ്യമായിട്ടുള്ളത്. അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രാത്രിയിൽ ഒരു പ്രത്യേക യാസീനോത്തും പ്രത്യേക മധുരപലഹാരം ഉണ്ടാക്കലും പ്രത്യേകമായ നിസ്കാരവും പിറ്റേന്നൊരു പ്രത്യേക നോമ്പുമൊക്കെ ഉണ്ടെങ്കിൽ അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശിച്ചു തരും. അവിടുത്തെ ഉമ്മമാര്, ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചില്ലേ, ആ ഉമ്മമാര് അവര് ചെയ്യും, അവര് പഠിപ്പിക്കും, അവർ ഈ ലോകത്തിനത് കൈമാറും. അവർക്കാർക്കും പരിചയമില്ലാത്ത പുതിയ സമ്പ്രദായങ്ങൾ ദീനെന്ന പേരിൽ അനുഷ്ഠിക്കുവാൻ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്തമമായ ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് അതിലെ പുത്തൻ സമ്പ്രദായങ്ങളാണ്. വകുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുത്തൻ സമ്പ്രദായങ്ങളും ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാകുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും നരകത്തിലാകുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ഉള്ളത് അനുഷ്ഠിക്കുക. ആരും തെറ്റിദ്ധരിക്കരുത്, ഒരു യാസീനോദിയ എന്താ കുഴപ്പം, ഒരു നോമ്പെടുക്കല്ലേ, ഒരു 100 റക്അത്ത് നിസ്കരിക്കല്ലേ, അതിലുള്ള കുഴപ്പം പ്രവാചക മാതൃകയില്ലാത്ത ഒന്ന് പുണ്യം എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. യാസീനും ഖുർആനും ഒക്കെ നിങ്ങൾ എപ്പോഴും ഓതിക്കോളൂ. തിങ്കളും വ്യാഴവും ഒക്കെ നിങ്ങൾ സുന്നത്ത് നോമ്പെടുത്തോളൂ. ഒന്നിടവിട്ട് നോമ്പനുഷ്ഠിക്കാൻ കഴിയുമോ അനുഷ്ഠിച്ചോളൂ. പുണ്യങ്ങളെ ഒന്നും തടയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഇങ്ങനെ പ്രത്യേകം ചെയ്യൽ സുന്നത്തുണ്ട്, ഏതെങ്കിലും ഒരു പകലിൽ ഇങ്ങനെ പ്രത്യേകം ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറയണമെങ്കിൽ അത് മഹാനായ റബ്ബുൽ ആലമീൻ അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കൊടുത്ത് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച് തരണം. അങ്ങനെ ഒന്ന് കുറ്റമറ്റ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സരണിയെ മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്യുക. അതിലാണ് ഖൈറുള്ളത്. അല്ലാഹു ആ ഖൈറ് അനുഷ്ഠിക്കുന്ന, ഖൈറിനെ പിന്തുടരുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം കാവൽ നൽകി നമ്മെ രക്ഷിക്കുമാറാകട്ടെ.